നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. യിരെമ്യാ പ്രവാചകൻ 18-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു ദൃശ്യമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം പ്രവാചകനായ യിരെമ്യാവിനോട് കുശവൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നു. അവിടെ ഒരു കുശവൻ ചക്രത്തിന്മേൽ ജോലി ചെയ്യുന്ന കാഴ്ചയിലൂടെ ദൈവം തൻ്റെ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന്, ദൈവം രൂപപ്പെടുത്തുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ കാണുന്നു, കുശവൻ ചക്രത്തിന്മേൽ പണി ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണിനെ വെറുതെ ഇരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അവൻ അതിനെ ചക്രത്തിന്മേൽ വെച്ച് നിരന്തരം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, കറക്കങ്ങൾ ദൈവം നമ്മെ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. ചക്രം കറങ്ങുന്നത് കളിമണ്ണിനെ നശിപ്പിക്കാനല്ല, മറിച്ച് അതിനൊരു ആകൃതി നൽകാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നമ്മെ രൂപപ്പെടുത്തുവാൻ, നമുക്കൊരു ആകൃതി നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. കുശവൻ്റെ കയ്യിൽ അധികാരമുണ്ട്. കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്നത് തൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ അനുസരിച്ചാണ്. കളിമണ്ണിന് ഒരിക്കലും സ്വയം രൂപപ്പെടുവാൻ കഴിയുകയില്ല. അത് കുശവൻ്റെ കയ്യിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ മാത്രമേ അതിനൊരു രൂപം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം മനസ്സിലാക്കണം, മണ്ണ് വെറും നിസ്സാരമാണ്, എന്നാൽ കുശവൻ അവൻ വിദഗ്ധനാണ്. നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ദൈവം നാം ആകുന്ന കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ വീണ്ടും തനിക്കിഷ്ടം തോന്നിയതുപോലെ മറ്റൊരു രൂപമായി, മറ്റൊരു പാത്രമായി രൂപപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിന് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അത് സുരക്ഷിതമായ കരങ്ങളിലാണ്. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളിൽ കാണുന്ന കുറവുകളെ മാറ്റി ദൈവത്തിന് ഉപയോഗമുള്ള അനുഗ്രഹീത പാത്രങ്ങളാക്കി നമ്മെ മാറ്റാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങൾ നമ്മളെ തകർക്കുവാനല്ല, മറിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു രൂപം നമുക്ക് നൽകാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ആ പ്രതികൂലങ്ങളെ മാറ്റി നല്ലൊരു രൂപം നമുക്ക് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവസ്ഥകളെ ദൈവം മാറ്റും. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.